സ്റ്റുഡൻസ് വെൽക്കം ടു LM-Tech. നമ്മളൊന്ന് 10ാം ക്ലാസ്സിലെ മൂന്നാമത്തെ യൂണിറ്റ് ആയ അരിത്തമെറ്റിക് സീക്വൻസസ് ആൻഡ് ഓൾജിബ്ര സമാന്തര ശ്രേണിയും ബീജഗണിതവും എന്ന പാഠഭാഗത്തിലെ പേജ് 71-ലെ രണ്ടാമത്തെ ചോദ്യമാണ് ചെയ്യാൻ പോകുന്നത്. രണ്ടാമത്തേല് 4 സബ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. കാൽക്കുലേറ്റ് ദ സം ഓഫ് ഫസ്റ്റ് 25 ടേംസ് ഓഫ് ഈച്ച് ഓഫ് ദ അരിത്തമെറ്റിക് സീക്വൻസസ് ബിലോ 11, 22, 33 ഡാഷ് ഡാഷ്. ഇതാണ് നമ്മുടെ അരിത്തമെറ്റിക് സീക്വൻസ്. അപ്പൊ എന്തൊക്കെ തന്നിട്ടുണ്ട്? ഫസ്റ്റ് ടേം നമുക്കറിയാം 11 ആണ്. കോമൺ ഡിഫറൻസ് എത്ര? 22. സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം 11. നമുക്ക് കണ്ടുപിടിക്കേണ്ട സം ആണ് അല്ലെ? സം കണ്ടുപിടിക്കാൻ നമുക്ക് 2 ഫോർമുല ഉണ്ട്. എന്താണ്? ഹാഫ് എ എൻ ഇൻറ്റു എൻ പ്ലസ് 1 പ്ലസ് ബി എൻ. ഇതിൻ്റെ അകത്ത് എ എന്ന് പറയുന്നത് ഡി ആണ്, ബി എന്ന് പറയുന്നത് എ ഇസ് ഈക്വൽ ടു ഡി. എത്ര? 11. ബി എന്ന് പറയുന്നത് എന്താണ്? എഫ് മൈനസ് ഡി. എഫ് എത്ര? 11 മൈനസ് 11 ഈക്വൽ ടു 0. നമുക്ക് ഇതിൻ്റെ അകത്ത് കൊടുക്കാം. ഹാഫ് ഇൻറ്റു 11 ഇൻറ്റു എൻ. എൻ എഴുതാൻ വിട്ടുപോയി. എൻ എന്ന് പറയുന്നത് 25 ടേംസ് ആണ്. n is equal to 25. 25 into 25 plus 1, that is 26, plus b, 0 into 25. b എന്നോ nb എന്നോ എഴുതാം കേട്ടോ. Equals half into 11 into 25 into 26 plus ഇതങ്ങ് 0 ആയിട്ട് പോകും അല്ലേ? 0 കട്ട് ചെയ്യുമ്പോൾ ഇവിടെ 13 എന്ന് കിട്ടും. അപ്പൊ നമുക്ക് എത്രയാണ്? 11 ഇൻറ്റു 13 ഇൻറ്റു 25. 11 ഇൻറ്റു 13 എത്ര വരും? 3, 3, 1, 1, 143 വരും. 143 ഇൻറ്റു 25 എത്ര? 15, 6, 6, 28, ഇവിടെ 7 ആണ്. അപ്പൊ 5, 7, 5, 3, 5, 3, 5, 7, 5 എന്ന് നമുക്ക് ആൻസർ കിട്ടും. 3575 എന്ന് ആൻസർ കിട്ടും. ഇതൊരു രീതി. പിന്നെ വേറൊരു രീതി കൂടെ ഉണ്ട്, രണ്ടാമത്തെ രീതി. ആ രീതി കൂടി ഞാൻ കാണിച്ചു തരാം. രണ്ടാമത്തെ രീതി Sn ഈക്വൽസ് n/2 ഇൻറ്റു ഫസ്റ്റ് ടേം പ്ലസ് ലാസ്റ്റ് ടേം. അതായത് 25 ടേംസ് ആയി. S25 ഈക്വൽസ് 25/2 ഇൻറ്റു x1 പ്ലസ് x25. x1 നമുക്കറിയാം 11 ആണ്, പക്ഷെ x25 അറിയോ? ഇല്ല. x25 കണ്ടുപിടിക്കണം. x25 ഈക്വൽസ് a പ്ലസ് 24d. a എത്ര? 11 ഫസ്റ്റ് ടേം പ്ലസ് 24 ഇൻറ്റു 11 എത്ര കിട്ടും? 11 പ്ലസ് 24 ഇൻറ്റു 11 24, 24, 264 എന്ന് കിട്ടും. 264 ഈക്വൽസ് എത്ര കിട്ടും? 4, 1, 5, 6, 1, 7, 275 എന്ന് കിട്ടും. ഇവിടെ നമുക്ക് വാല്യൂസ് കൊടുക്കാം. 25/2 ഇൻറ്റു x1 എത്ര? 11. അതാണ് എഫ് എന്ന് എഴുതിയിരിക്കുന്നത്. പ്ലസ് x25 എത്ര? 275 ഈക്വൽസ് 25/2 ഇൻറ്റു ഇതെത്ര വരും? 275, 286 എന്ന് വരും. 2 അടിച്ച് കട്ട് ചെയ്യുമ്പോൾ 143 എന്ന് വരും. 143 ഇൻറ്റു 25 എന്നിട്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തതാണ് അല്ലേ? 3575. നേരത്തെ അതേ ആൻസർ തന്നെ കിട്ടും. അപ്പൊ ഈ 2 മെത്തേഡിലും നമുക്ക് ചെയ്യാം. ഇനി ഒന്നാമത്തെ ചോദ്യം കഴിഞ്ഞ് ഇനി നമ്മൾ രണ്ടാമത്തെ ചോദ്യത്തിലേക്ക്. ഓക്കെ, രണ്ടാമത്തെ ചോദ്യം. A is equal to F equals 12. D is equal to 23 minus 12.
എത്ര 11. B is equal to F minus D. എത്ര 12 minus 11 equals 1. നമുക്ക് ഫോർമുല എഴുതാം. Sn equals half AN into n plus 1 plus എന്താണ് BN എന്നോ NB എന്നോ എഴുതാം. NB എന്ന് എഴുതാം. ഈക്വൽസ് ഹാഫ് ഇൻറ്റു എ എന്ന് പറയുന്നത് എഫ് തന്നെ 12 ഇൻറ്റു n എഴുതാൻ വിട്ടുപോയി. n എത്രയാ 25 ആണ്. 25 ടേംസ്. 25 ഇൻറ്റു 25 പ്ലസ് 1 26 പ്ലസ് 25 ഇൻറ്റു ബി എത്ര 1. ഇവിടെ കട്ട് ചെയ്യുമ്പോൾ 6 എന്ന് കിട്ടും. 6 ഇൻറ്റു 25 ഇൻറ്റു 26 plus 25 into 1 is 25. എത്ര കിട്ടും 25 into 6 is 150. 150 into 26 plus 25. എത്ര കിട്ടും 3900. 3900 plus 25. 3925 എന്ന് കിട്ടും. ഇത് മറ്റേ രീതിയിൽ നമുക്ക് ചെയ്യാം. മറ്റേ രീതിയിൽ ഇവിടെ തന്നെ കാണിച്ചു തരാം. S25 equals 25 Sn എന്ന് എഴുതാം. Sum of Sn is equal to n by 2 into x1 plus xn. ഇവിടെയും 25th ടേം കണ്ടുപിടിക്കണം. x25 equals a plus 24d. എത്ര 12 plus 24 into d is എത്ര 11. 12 plus 24 into 11 എത്ര കിട്ടും 24 264 equals 4 2 6 6 1 7 276 എന്ന് കിട്ടും. ഇനി മറ്റേതിൻ്റെ അകത്ത് കൊടുത്താൽ മതി. എന്താണ് S25 ഈക്വൽസ് ഇവിടെ തന്നെ എഴുതാം 276. S25 equals 25 by 2 into x1. First term ഏതാ 12 plus 25th term ഏതാ 276 equals ഇത് സിംപ്ലിഫൈ ചെയ്ത് ചെയ്യുമ്പോൾ നമുക്ക് ഇതേ ആൻസർ തന്നെ കിട്ടും. 25 by 2 into 288 കട്ട് ചെയ്ത് നമുക്ക് ആൻസർ എത്ര കിട്ടും 3000. ഞാൻ ഡയറക്റ്റ് ആൻസർ ഇതാണ് ഈക്വൽ 3925. നിങ്ങൾ കട്ട് ചെയ്തങ്ങ് എഴുതിക്കണം കേട്ടോ. ഇത് രണ്ടാമത്തത്. ഇനി നമുക്ക് മൂന്നാമത്തെ ചോദ്യം. 21 32 43 ഡാഷ് ഡാഷ്. നമുക്ക് എപ്പോഴും ചെയ്യുന്ന അതേ സ്റ്റെപ്പ് ചെയ്യാം. ഫസ്റ്റ് ടേം 21 d ഈക്വൽസ് 32 minus 21 11 n എത്ര 25 b ഈക്വൽസ് f മൈനസ് d എത്ര f എന്ന് പറയുന്നത് 21 minus 11 ഈക്വൽസ് 10. b is equal to 10. ഇത്രയും കാര്യങ്ങൾ കിട്ടി. ഞാനിനി രണ്ടാമത്തെ രീതിയിലാണ് ചെയ്യുന്നത്. Sn is equal to n by 2 into x1 plus xn. S25 equals 25 by 2 into x1 plus x 25. നമുക്ക് x25 കാണണം. Equals a plus 24d. എത്ര 21 plus 24 into d is 11. 21 plus 24 into 11 എത്ര വരും 264 വരും. 264 4 1 5 26 2 28
285 എന്ന് വരും. ക്ലിയർ ആയിട്ട് എഴുതാം. 285 equals 25/2 into first term 21 plus 285. 25/2 into 285 കൂടെ 21 ആഡ് ചെയ്ത് എന്ത് കിട്ടും? 5 1 6 306 എന്ന് കിട്ടും. 2ഉം 306ഉം കൂടെ കട്ട് ചെയ്യുമ്പോൾ 153 എന്ന് കിട്ടും. 25 into 153 എത്രയാണെന്ന് ചെയ്ത് നോക്കാം. 25 into 153 5 3 15 5 7 3 2 6 30 5 3 8 2 5 3 8 2 5 ഇതാണ് എന്താണ് മൂന്നാമത്തെ എൻ്റെ ആൻസർ. സം ഓഫ് 25 ടേംസ്. ഇനി അടുത്ത നാലാമത്തെ ചോദ്യം. ഞാൻ ഒരു മെത്തേഡ് ചെയ്തോളൂ, മറ്റേ മെത്തേഡ് നിങ്ങൾ തന്നെ ചെയ്യാം. നിങ്ങൾക്ക് ഏത് മെത്തേഡിൽ വേണമെങ്കിലും ചെയ്യാം. അപ്പൊ ആദ്യത്താണ് എളുപ്പമെങ്കിൽ അത് ചെയ്യാം, രണ്ടാമത്താണ് എളുപ്പമെങ്കിൽ രണ്ടാമത്തെ ചെയ്യാം. നാലാമത്തെ ചോദ്യം. നാലാമത്തെ ചോദ്യം 19 28 37 ഡാഷ് ഡാഷ്. ഫസ്റ്റ് ടേം 19, കോമൺ ഡിഫറൻസ് 28 മൈനസ് 19 9 എന്ന് കിട്ടും അല്ലേ? അപ്പം നമുക്ക് എത്ര 25. അപ്പം നമ്മൾ ആദ്യം ഫോർമുല എഴുതാം. Sn is equal to n/2 into x1 plus xn. ഇവിടെ x25 കാണണം അല്ലേ? x25 equals a plus 24d. എത്ര 19. 19 plus 24 into 9 equals 19 plus 9 36 3 216. 216 plus 19 5 3 2 235 equals 235 എന്ന് കിട്ടും. ഇവിടെ കൊടുക്കാം. സം ഓഫ് 25 ടേംസ് 25/2 into first term 19 plus 25th term 235. 235ന്റെ കൂടെ 19 ആഡ് ചെയ്യുമ്പോൾ എത്ര വരും? 254. 25/2 into 254 കട്ട് ചെയ്യുമ്പം 127 എന്ന് കിട്ടും. 127 into 25 മൾട്ടിപ്ലൈ ചെയ്ത് എഴുതാം. എത്രയായിരിക്കും? 127 into 25 35 2 അല്ല, 254 3174. മൾട്ടിപ്ലിക്കേഷനിൽ എന്തെങ്കിലും തെറ്റുണ്ടോ നോക്കിക്കോണേ. 3174. ഇതാണ് നാലാമത്തെ ഉത്തരം. അപ്പൊ 4 ചോദ്യങ്ങൾ ചെയ്തു കഴിഞ്ഞു. അതായത് രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ 4 സബ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു, അത് ചെയ്തു കഴിഞ്ഞു. ഇനി എക്സസൈസ് കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടെ ഉണ്ട്. ഞാനിപ്പോൾ വൈൻഡപ്പ് ചെയ്യാണ്. അടുത്ത ക്ലാസ്സിൽ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യുന്നതായിരിക്കും. ടിൽ ദെൻ ബൈ. ഓക്കെ.